ഇന്നത്തെ വീഡിയോയിൽ റാൻ ബിറ്റ്വീൻ ഫംഗ്ഷൻ എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് എക്സലിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമ്മളിതിനു മുന്നേ റാൻ ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്തിരുന്നു. റാൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ആയിരുന്നു. ജസ്റ്റ് റാൻഡ് എന്ന് കൊടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു റാൻഡം നമ്പർ ഇവിടെ ജനറേറ്റ് ആകുമായിരുന്നു. ഇതുപോലെ തന്നെയാണ് റാൻ ബിറ്റ്വീൻ ഫംഗ്ഷൻ. റാൻ ബിറ്റ്വീൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു രണ്ട് നമ്പറുകൾക്ക് ഇടയിലുള്ള റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാൻ ബിറ്റ്വീൻ ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ 10നും 20നും ഇടയിലുള്ള ഒരു റാൻഡം നമ്പർ എനിക്ക് ഈ സെല്ലിൽ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ രീതിയിൽ യൂസ് ചെയ്യാം. റാൻ ബിറ്റ്വീൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ രണ്ട് ആർഗ്യുമെൻ്റാണ് ചോദിക്കുക. ഒന്ന് ബോട്ടം, ഒന്ന് ടോപ്പ്. ബോട്ടം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് ഇതിലെ 10, കോമ എഗെയിൻ ടോപ്പ് എന്ന് പറയുന്നത് ഏറ്റവും കൂടിയ വാല്യൂ 20. എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 10നും 20നും ഇടയ്ക്കുള്ള ഒരു റാൻഡം നമ്പർ ഇവിടെ ജനറേറ്റ് ആവും. ഇതാണ് റാൻ ബിറ്റ്വീൻ ഫംഗ്ഷൻ. ഓക്കെ, എനിക്കിപ്പോൾ ഇത്രയും സെല്ലുകളിൽ ഒരുമിച്ച് 10നും 20നും ഇടയിലുള്ള ഒരു നമ്പേഴ്സ് ഇത്രയും സെല്ലുകൾക്കിടയിൽ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്യേണ്ട ഫോർമുല =, റാൻ ബിറ്റ്വീൻ ബോട്ടം എന്ന് പറയുന്നത് കുറഞ്ഞ വാല്യൂ, അതിൻ്റെ സെല്ലിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, കോമ ടോപ്പ് കൂടിയ വാല്യൂ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇത്രയും സെല്ലുകളിൽ നമുക്ക് ഈ ഡാറ്റ ഫില്ല് ചെയ്യേണ്ടത് കൊണ്ടും നമ്മൾ റെഫറൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഈ രണ്ട് സെല്ലുകൾ എപ്പോഴും സ്റ്റാറ്റിക് ആയതുകൊണ്ടിട്ടും എനിക്ക് ഈ രണ്ട് അഡ്രസ്സുകൾ ആബ്സല്യൂട്ട് വാല്യൂ ആക്കി മാറ്റാം. ജസ്റ്റ് F4 പ്രസ് ചെയ്യാം. അതിനുശേഷം കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എല്ലാത്തിലേക്കും വാല്യൂസ് വന്നിട്ടുണ്ടാവും. 10നും 20നും ഇടയിലുള്ള റാൻഡം വാല്യൂസ് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ അത് 20നും ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 15നും 20നും വേണമെന്നുണ്ടെങ്കിൽ, 100നും 200നും ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് നമ്പേഴ്സ് റാൻഡമായിട്ട് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റാൻ ബിറ്റ്വീൻ ഫോർമുല ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് വോളറ്റൈൽ ഫംഗ്ഷനാണ്. ഫോർമുല റിസൾട്ട് എന്ന് പറയുന്നത് വോളറ്റൈലാണ്. വോളറ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഷീറ്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ അപ്ഡേറ്റ് ആവും. എന്തെങ്കിലും ഒരു രീതിയിലുള്ള ചേഞ്ചോ അല്ലെങ്കിൽ പുതിയ ഡാറ്റ എൻ്റർ ആവും, അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ റീകാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എഗെയിൻ കോൾ ചെയ്തിട്ട് എഗെയിൻ റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യും. അതാണ് വോളറ്റൈൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് റാൻ ബിറ്റ്വീൻ ഫംഗ്ഷൻ്റെ മൈക്രോസോഫ്റ്റ് എക്സലിലെ യൂസേജ്.